ഹലോ ഗായ്സ്, ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സീരീസിൻ്റെ എപ്പിസോഡ് 2 ആയിട്ടാണ്. വലിയ എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തുടങ്ങിയല്ലേ? അങ്ങനെ വന്നിരിക്കുന്നു. എപ്പിസോഡ് 2 ആണ് ഗൈസ് ഇത്. അങ്ങനെ നമ്മളെ വീട് വയ്ക്കണം. വീട് വയ്ക്കാനുണ്ട് ഗൈസ്. അവിടെ അല്ലേ ഞാൻ വീട് വയ്ക്കുന്ന അവിടെയായിരുന്നല്ലേ. ഗായ്സ്, ഞാനങ്ങനെ തുമ്മി ഞാൻ സംസാരിക്കാൻ മറന്നുപോയി ഗായ്സ്. സ്റ്റാൻഡ് ബൈ മൈ മീ ഗായ്സ്. അങ്ങനെ ഞാൻ സംസാരിക്കാൻ മറന്നതോടെ ഞാനിപ്പോൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി ഇവിടെയൊക്കെ നിരത്താനാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി വെച്ചു. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കുറച്ച് ബ്ലാങ്ക്സ് ആണ്, കുറച്ച് ടൂൾസ് ഉണ്ടാക്കാറുണ്ട് ഗൈസ്. നമുക്ക് ഷവൽ ഉണ്ടാക്കിയിട്ട് വേണം ഇവിടെ മൊത്തം നമുക്കിവിടെ നിരത്തമുണ്ട് ഇനി ഗൈസ്. നമുക്ക് ഇവിടെ നിരത്തമുണ്ട് ഗൈസ്. അതിക്രൂരമായ തുമ്മൽ എന്നെ വിടില്ല. നമുക്കിവിടെ ഇത്ര നിരത്തമുണ്ട്. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടേക്ക് ഗായ്സ്. ഞാനങ്ങനെ ഷവല് പൊട്ടിപ്പോയി ഗായ്സ്. ഞാൻ എപ്പോഴും സംസാരിക്കാൻ മറന്നുപോയി. എൻ്റെ കയ്യിലിപ്പോൾ അയണില്ല, അതുകൊണ്ട് ഞാൻ ഇനി അയൺ കണ്ടുപിടിക്കാൻ പോകണം. ഇതൊന്നും ഇല്ല എൻ്റെ കയ്യിൽ ഇനി. എന്തുവാ ഞാൻ മറന്നുപോയി സംസാരിക്കാൻ. എന്തോ ഞാൻ അടുത്ത വീഡിയോയിൽ സംസാരിക്കാൻ നോക്കാം. അങ്ങനെ എൻ്റെ ഷവലിനുണ്ട് അയണില്ല. ഉണ്ടായിരുന്നു ഗൈസ്, സൈഡിൽ ഞാൻ കണ്ടില്ല ഗൈസ്. ഒരു അയൺ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉള്ള ഒറ്റ അയൺ വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഷവൽ അങ്ങ് ഉണ്ടാക്കി ഗൈസ്. എന്നിട്ടാണ് എൻ്റെ പരിപാടി. പെട്ടെന്ന് ഞാൻ ഷവൽ അങ്ങ് ഉണ്ടാക്കിയപ്പോഴാണ് ഞാൻ ആ സ്റ്റിക്കില്ല എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. പിന്നെ ഞാൻ സ്റ്റിക്കിന് വേണ്ടിയുള്ള പരിപാടിയായി സ്റ്റിക്ക് ഉണ്ടാക്കി ഗൈസ്. സ്റ്റിക്കായി. ഇനി അടുത്തത് പിന്നെ എന്തെങ്കിലും വേണമെന്ന്. പിന്നെ ഞാനങ്ങനെ ഷവലായി ആവശ്യത്തിനായല്ലോ. ഷവലായി. ഓക്കെ, സീനില്ല. ഡയമണ്ട് ഷവൽ ഉണ്ടാക്കാൻ പോയി ഗൈസ്. എനിക്ക് എല്ലാ സ്പിയറും വേണം ഗൈസ്. നമുക്കിവിടെ വീട്ടിൻ്റെ അടുത്ത് സ്പിയറിൻ്റെ സാധനം ഉണ്ടാക്കണം. അങ്ങനെ ബാക്കി മോണ്ടാജിലേക്ക് കിടക്കാമല്ലേ. നിങ്ങൾ ഈ മോണ്ടാജ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാമോ ഈ മോണ്ടാജ് കാണുന്ന സമയം കൊണ്ട്? അങ്ങനെ ഞാൻ പിന്നെയും മൈനിങ്ങിൽ തന്നെ നമ്മളെ വീടുണ്ടാക്കാനുള്ള സ്ഥലം ഉണ്ടാക്കൽ തന്നെ എൻ്റെ പരിപാടി ഗൈസ്. ഞാൻ പിന്നെയും സംസാരിക്കാൻ മറന്നുപോയി ഗൈസ്. ഞാനങ്ങനെ ഈ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. രാത്രിയാവുന്നത് കണ്ടോടെ നേരെ വീട്ടിലേക്ക് ഓടിയില്ല. ഇപ്പോഴാണ് ഓടുന്നത്. അതും ഫില്ല് ചെയ്ത് ഞാൻ ടപ്പനങ്ങ് ഓടി ഗൈസ്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ക്രീപ്പർ സ്പോണായി നമ്മൾ പെട്ടതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് ഓടി നമ്മൾ ബെഡ് കയറി. പക്ഷേ അത് നൈറ്റായി ഞാൻ കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ ആയപ്പോഴേക്കും ഞാൻ ഫോൺ അറിയാതെ എൻ്റെ ബ്രൈറ്റ്നെസ് കുറഞ്ഞു. അത് കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ ഞാൻ പിന്നെ തിരിച്ചു പോവാണ് ഗൈസ്. അങ്ങനെ പോയിട്ടാണ് ഞാൻ ഈ കയ്യിൽ ഡേർട്ടൊന്നും ഇല്ല, ചെയ്ത് കളയണമല്ലോ അങ്ങനെ ആലോചിച്ചു. അപ്പം ഞാൻ നേരെ ആ വീട്ടിൽ നിന്ന് സൈഡിൽ പോയി ഒരു കുഴി എടുത്തു. ഇവിടെ ഇല്ല കുഴി എടുക്കാൻ വേണ്ടി സ്ഥലം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാൻ സ്ഥലം കണ്ടുപിടിച്ചു. അവൻ്റെ വീട്ടിൽ ഫ്രണ്ടിൽ തന്നെ നമ്മളിവിടെ കുഴിച്ച തെളിവ് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ തെളിവ് അവശേഷിക്കാതെ നമ്മൾ കുഴിച്ചിട്ട് ഗൈസ്. നമ്മൾ തെളിവ് അത്രയും കളഞ്ഞു. എന്നിട്ട് അത് മൂടിയും വെച്ചു.
ഗൈസ് ഞാൻ ഞെക്കിയിട്ടൊന്നും വരണല്ല ഗൈസ്. വന്നു ഗൈസ്. ഇനിയാണ് നമുക്ക് പിന്നെയും തെളിവ് ഗൈസ്. എന്തിനാ ഗൈസ്? രാത്രി 10 മണിയായി കാണും ഗൈസ്. ഈ വീഡിയോയിൽ 16 മിനിറ്റൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീട് വയ്ക്കില്ല തന്നെ പരിപാടി. ഞാൻ പിന്നെ കുറച്ച് പൂവും വെട്ടി ഞാനങ്ങനെ നേരെ മരം വെട്ടാൻ പോകണം. പൂ വെട്ടിയില്ല, വെട്ടി. ഇനി നമുക്ക് മരം വെട്ടാൻ പോകാം ഗൈസ്. മരം അത്യാവശ്യമാണ്. ഇനി മൊണ്ടാജിലേക്ക് മരം വെട്ടണം ഗൈസ്. ഞാൻ ഈ മരം വെട്ടുന്ന ഒരു സമയം പോലും സംസാരിച്ചില്ല എന്നുള്ളതാണ് ആ സത്യം. പിന്നെ ഞാൻ ആ മരവും വെട്ടി ആ മരത്തിനെ ഞാൻ പ്ലാങ്ക്സ് ആക്കാൻ ഞാൻ അങ്ങനെ ഓടി ഗൈസ്. ഇത്രയും നേരമായിട്ട് ഞാൻ സംസാരിച്ചില്ല ഗൈസ്. പിന്നെ ഞാൻ ആ വുഡൊക്കെ പ്ലാങ്ക് ആക്കി ഗൈസ്. അങ്ങനെ പകുതി ഞാൻ പ്ലാങ്ക് ആക്കി, പകുതി എനിക്ക് വീട് വെക്കണ ഇതിൽ വേണം. ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ അത്ര കാണാൻ കൊള്ളാത്ത വീടാണ്. എന്നാലും നമുക്ക് നമ്മളിങ്ങനെ ഡയമണ്ട് ആർമൊക്കെ ആകുമ്പോൾ നമുക്ക് ബേസൊക്കെ ക്ലീനാക്കാം. ഇപ്പോൾ ഉള്ളത് വെച്ച് നമുക്ക് ഓണമാക്കാം. ഞാൻ എൻ്റെ വീടിന് ഫൗണ്ടേഷൻ ആക്കാൻ തുടങ്ങി. ഞാൻ സ്പീഡ് കുറഞ്ഞ മൊണ്ടാജ് ആക്കിയിട്ടേ. ഇങ്ങനെ മൊണ്ടാജ് വേണ്ടല്ലോ ഗൈസ്. വേണ്ട ഗൈസ്. ഞാനങ്ങനെ ആദ്യം ഒരു 3 ഇവിടെ ഇത് വെച്ചു ഗൈസ്. ഒരു അസ്തറ്റിക് ജാപ്പനീസ് ലുക്കുള്ളൊരു വീടാണ് ഉണ്ടാകുന്നത്. നമ്മൾ ചെറിയ വീടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെ പറയാൻ പറ്റി കൂട്ടി പറയുന്ന ഒരു സുഖമില്ലേ. ഞാൻ ചാടിയിട്ടൊന്നും വരണ്ട ഗൈസ്. അങ്ങനെ ഇനി മരവും വെട്ടി അടുത്ത 2 പില്ലർ വയ്ക്കാൻ പോയി ഗൈസ്. നിങ്ങളെ ബോറടിപ്പിക്കണമെന്ന് എനിക്ക് ഇല്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ മോണ്ടാജ് ഇടുകയല്ല ഗൈസ്. ഈ വീട് വയ്ക്കുമ്പോൾ പോലും ഞാൻ സംസാരിച്ചില്ല ഗൈസ്. ഏതാ ലെവല്? ഞാനങ്ങനെ പെട്ടെന്ന് ടപ്പനെ വീട് വയ്ക്കാൻ പെട്ടെന്ന് എനിക്ക് യാത്രയാവുന്ന പേടിയുണ്ടായിരുന്നു. യാത്രയെ തീർന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ ടപ്പനെ മോഡലൊന്നും നോക്കാൻ പെട്ടെന്ന് ഞാൻ വീടാക്കിയത്. ഞാൻ പെട്ടെന്ന് സ്പീഡ് ചെയ്യുന്നു. ഇത് എന്ന് പറഞ്ഞാൽ വെറും 4x മാത്രമേ ഞാനിങ്ങനെ ഇട്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ റിയൽ സ്പീഡ് തന്നെ. ഞാനങ്ങനെ സ്പീഡിലൊന്നും ഉണ്ടാകാൻ നോക്കുകയാണ് ഗൈസ്. അങ്ങനെ ചാടി തുള്ളി നടക്കണ കുഞ്ഞിപ്പൊരു ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി നോക്കിയിരിക്കും ഗൈസ്. അങ്ങനെ ഞാൻ വിചാരിക്കുന്നതിന് മുമ്പ് യാത്ര ചെയ്യാൻ പെട്ടെന്ന് വന്നു ബാക്കി പണി തുടങ്ങി ഗൈസ്. നിങ്ങൾ കണ്ടല്ലോ ആ സ്പീഡ്. ഞാൻ പെട്ടെന്നൊരു ഡോറിന് ഇതുണ്ടാക്കി കഴിഞ്ഞു ഗൈസ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്ര ഉള്ളോ, റൂഫ് പോലും വയ്ക്കാതെ എന്തൊരു വീടെന്ന് ചോദിക്കും നിങ്ങൾ ഗൈസ്. സത്യം പറഞ്ഞാൽ തടി തീർന്നു പോയി ഗൈസ്. തടി ഇല്ലാതെ ഞാൻ എന്തിനു ചെയ്യാം ഗൈസ്. അങ്ങനെ തടിക്ക് വേണ്ടി ഞാൻ ഓടി ഗൈസ്. നമുക്കൊരു തടിയുടെ ഫാം ആവശ്യമുണ്ട് കേട്ടോ, അത്യാവശ്യം. അങ്ങനെ ഞാൻ ആ തടിക്ക് വേണ്ടി പോയി ഗൈസ്. ഇതും പെട്ടെന്നൊരു മൊണ്ടാജാക്കി. ഞാൻ ഈ മരം വെട്ടണ എഡിറ്റ് ചെയ്യണ സമയമാണ് ഞാൻ അബദ്ധം പറ്റിയത് ഗൈസ്. ഞാൻ ഈ മരം വെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി വീഡിയോ ചെയ്തായിരുന്നു, പക്ഷെ ആ വീഡിയോ റെക്കോർഡായില്ല. നമ്മളങ്ങനെ രാത്രിയായി ഗൈസ്. അത് വീട് പണി നാളെ ചെയ്യാം. ഓടിപ്പോയി കിടന്ന് ഉറങ്ങട്ടെ, അല്ലെങ്കിൽ വലിയ സ്പോണായാൽ ഞാൻ തീർന്നു. സ്പോണാകാൻ തുടങ്ങി. ക്രീപ്പർ വല്ലതും കാണും, അതാണ് എനിക്കിഷ്ടമല്ലാത്ത. അപ്പോൾ നമ്മളിനി വീടൊക്കെ വയ്ക്കണം. കുറേ പരിപാടി ഉണ്ട്. നമ്മൾ വീട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ റൂഫ് വയ്ക്കണം, അലങ്കാര പരിപാടി അതൊക്കെ ചെയ്യണം. ഡോങ്കി എന്നെക്കാൾ സൈസ് കുറവാണ്. അയ്യോ തീർന്നു ഗൈസ്. ഞാൻ ചത്ത് ഗൈസ്. അയൻകോലം വല്ലതും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഗൈസ്. അയൻകോല് പൂച്ച വല്ലതും ഉണ്ടെങ്കിൽ സീനില്ല. പെട്ട് ഞാൻ ഓടി തള്ളി. കുറേ ഉണ്ടോ പോയാ? ഇതാണ് ഗൈസ്. ഇച്ചിരി ലേറ്റായ
ഇവിടെ ആണെങ്കിൽ വല്ല സ്പോണാവും. ഇവിടെ അങ്ങ് ഇല്ലല്ലോ. ആ ക്രീപ്പർ പോയാ? അയ്യോ, അവിടെ പൊട്ടി തെറിച്ചെന്തോന്നു. അവിടെ പൊട്ടി തെറിച്ചു ഗൈസ്. നമ്മളെ വീടിൻ്റെ പരിപാടികൾ നടക്കുമ്പോഴാണ് ഓരോന്നിൻ്റെ ഇടയിൽ കൂടെ വരണം. ഇവിടെ ഇത് പറയാൻ പറ്റില്ല. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ബാക്കിൽ കൂടെ വന്ന് പൊട്ടണം. ഞാൻ ചിലപ്പോൾ ഫോണൊക്കെ തെറിയും ദേഷ്യത്തിൽ. ഐ ഡോണ്ട് ലൈക്ക്. എന്ന് ഈ പറയുന്ന വരണേ നിങ്ങൾ കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാനിങ്ങനെ ഈ മോണ്ടാജിൽ ഞാൻ പെട്ടെന്ന് മരം വെട്ടുന്നു, വീട് വയ്ക്കുന്നു, മരം വെട്ടുന്നു, വീട് വയ്ക്കുന്നു, മരം വെട്ടുന്നു, വീട് വയ്ക്കുന്നു, മരം വെട്ടുന്നു, വീട് വയ്ക്കുന്നു. അങ്ങനെ പോയായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ കുറേ നേരം ഭ്രാന്ത് പിടിച്ച കാര്യം അങ്ങനെ യാത്രയായി ഗൈസ്. ഞാൻ കണ്ടില്ല ഗൈസ്. ഞാനങ്ങനെ വീട് വെച്ചോണ്ടിരുന്നപ്പോഴാണ് ഗൈസ് യാത്രയായത്. ഞാൻ ഒന്നും കണ്ടില്ല. അപ്പോഴാണ് ഈ സോംബീസ് നമ്മളെ വില്ലേജേഴ്സിനെ കടിക്കുമെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, എന്താ ചെയ്യാൻ. അതുകൊണ്ടാണ് നിങ്ങൾ കാണാമല്ലോ, സൈഡിൽ തന്നെ ഒരു സോംബി വില്ലേജറായി ഒരുത്തേ. കുറേ ക്രീപ്പർ സ്പോൺ ആവണുണ്ട്. നമ്മുടെ വീട് പെട്ട് ഗൈസ്. ഞാനങ്ങനെ ഒന്നും നോക്കിയില്ല, എടുത്തങ്ങ് ചാടി ഞാനങ്ങ് ഓടി. എൻ്റെ ഫ്രണ്ടിൽ സോംബി ഉണ്ടെന്നൊന്നും ഞാൻ നോക്കിയില്ല ഗൈസ്. ഞാനങ്ങ് ഓടുകയാണ് ജീവനം കൊണ്ട് ഗൈസ്. ഞാനങ്ങനെ എൻ്റെ ജീവനം കൊണ്ട് ഞാൻ ഓടുകയാണ് ഗൈസ്. ഓടി അവസാനം ഒരു വീട്ടിൽ കയറിയപ്പോഴത്തേക്ക് അവിടെ കിടന്നുറങ്ങുന്നു. പക്ഷെ എണീപ്പിച്ചാടെ എനിക്കുറങ്ങാൻ പറ്റണില്ല ഗൈസ്. സോംബീസ് അടുത്തുള്ളതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല ഗൈസ്. ഞാനങ്ങനെ കുറേ നാൾ നോക്കി ദേഷ്യം വന്നിട്ട് അടിച്ചോണ്ടിരിക്കുകയാണ്. നോക്കണ്ട ഗൈസ്, ഒരുത്തന്നെ ചത്തിട്ട് ജീവനോടെ വന്നു. ഒരുത്തൻ സൈഡിൽ കൂടെ നടന്നൊക്കെ പോണു. ഇവ പരമാവധി നോക്കിനേ എൻ്റെ വില്ലേജിനെ അങ്ങനെ ഫ്രണ്ടിൽ കയറി വന്ന് അവനെ ഞാൻ കൊന്നു ഗൈസ്. ഞാനങ്ങനെ പാനിക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വില്ലേജ് പോകുമെന്ന് പേടിച്ച് ഞാൻ പെട്ടെന്ന് അങ്ങനെ ഭാഗ്യത്തിൽ ഉറങ്ങി ഗൈസ്. ഇനി ഒരിക്കലും ഞാൻ യാത്ര പണി ചെയ്യൂല ഗൈസ്. അത് ഈ വില്ലേജസിനെ പുറത്തിട്ടിട്ട് എണീക്കുമ്പോൾ മഴ. പോട്ടെ. ഗൈസ്, നമ്മളെ പിന്നെ ഒരുത്തനെ പൊട്ടനായി. സ്പിയർ റെക്കോർഡ് ചെയ്യണം ഗൈസ്. റൈക്കാണ് ഗൈസ്. ഗൈസ്, ഞാനങ്ങനെ എൻ്റെ 300+ IQനെ ഞാനങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോണിൻ്റെ ചാർജ് തീരാറായി നടന്നത്. അതൊന്നും ഞാൻ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് കുത്തിയിട്ട് കളിയാണ് ഗൈസ്. നമ്മൾ 200 IQ ഉപയോഗിച്ച് നമ്മൾ കളി ക്രീപ്പറിനെ കൊന്നു ഗൈസ്. ഇനിയും ക്രീപ്പർ വന്നാൽ നമ്മുടെ വില്ലേജ് ഇപ്പോഴും ഉണ്ട് ഗൈസ്. നമ്മുടെ വില്ലേജ് സേഫാണ് ഗൈസ്. നമ്മൾ പ്രശ്നമുണ്ടായില്ല. ഒരു പുതിയ വില്ലേജർ വന്നു ഗൈസ്. വീട് പണി പോകാൻ തിരിച്ചു ഗൈസ്.
കുറേ വില്ലേജസ് ചത്തുപോയി. അതുകൊണ്ട് പുതിയ വില്ലേജസിനെ നമ്മൾ സ്പോൺ ചെയ്യണം. ഇങ്ങനെ വെച്ച് എന്നിട്ട് ഏതാ ലെവൽ നമ്മൾ കൊള്ളാമല്ലോ. അപ്പോൾ നമ്മളത് വേസ്റ്റ് ആവുകയില്ല. എങ്ങനെയായിരുന്നു കേസ് വെച്ചത്? ഒറ്റത്തല്ലേ ഇവിടെ ഇവിടെ എന്നിട്ട് ഇവിടെ ഇവിടെ മാക്സ് ഇപ്പോൾ പൊട്ടും. പിന്നെ അയൺ ഒരു അയണും കൂടി ഇല്ല. രണ്ട് സ്റ്റെയറും കൂടെ ഉണ്ടാക്കണം. പറഞ്ഞു ഞാനിത് ഒരു സ്റ്റെയർ കൂടെ വെച്ചിട്ട് പോകാം. നമ്മുടെ ഒരു അയണും ഇല്ല ഗൈസ്. എൻ്റെ ഒരു അയൺ പോലും ഇല്ലെന്ന് അറിഞ്ഞോടെ ഞാൻ തപ്പാണ് ഗൈസ്. നമ്മുടെ ഒരു അയണൊന്നും ഇല്ല. ഈ ബ്ലാക്ക് സ്മിത്തിൽ കയറി നോക്കാം ഗൈസ്. ഇതിൽ തുറന്നിട്ടുണ്ടെന്ന് വണ്ടിയിൽ മാത്രമേ ഉള്ളൂ. Shit, guys. That's hello. ഇതൊരു ഫിഷർമാൻ്റെ. അവന് വീട്ടിൽ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ആക്സ് ഒപ്പിക്കണം, അതാണ് നമ്മുടെ പ്രശ്നം. നമുക്കല്ല അവനെ തട്ടിയാലോ? എല്ലാവരെയും കൊണ്ട് ഇല്ല, എന്നാ തട്ടിയേക്കാലും. ഇവനെ തട്ടാതെ വേറെ കാഴ്ചയില്ല ഗൈസ്. വഴി വേണ്ട. ഗൈസ് ഞാൻ ചത്തു ഗൈസ്. പ്ലീസ് പോയി സാധനങ്ങൾ എടുക്കട്ടെ. അങ്ങനെ ഞാൻ എൻ്റെ -300 ഐക്യോടെ ഞാൻ ബാക്കി സാധനങ്ങൾ എടുക്കാവോടെ. ഞാൻ മറന്നുപോയി ഗൈസ്. എല്ലാവരും മണ്ടേ കയറാൻ പറ്റുമോ? ഒരുത്തനും വന്നെൻ്റെ സാധനം എടുക്കായിരുന്നു മതിയായിരുന്നു. എല്ലാം കിട്ടി. നമ്മൾ ഹാർഡ് കോറാണെന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് ഹാർഡ് കോഡൊന്നും കളിക്കാനുള്ള ആയി. എനിക്ക് അത്രയൊന്നും അറിഞ്ഞുകൂടാ. ഓക്കെ, എൻ്റെ ആർമറല്ല ഒന്ന് ഇട്ടോട്ടെ. ഒരു ചെസ്റ്റ് ഉണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, അവിടെ നിൽക്കണം, ഇങ്ങോട്ട് നിൽക്കാം. അല്ല അവൻ എവിടെയാണ്? അവനെ കൊല്ലാനുള്ളതന്നെ. അവന് പേടിയാണ് എന്നെ. ഇവിടുന്ന് അടുത്താണല്ലേ ഗൈസ്. നമുക്ക് ആ ബ്രിഡ്ജ് ഇന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയാം. വീട് കഴിഞ്ഞിട്ട് വേറെ പരിപാടി ഇല്ലെങ്കിൽ നമുക്ക് അത് ഉണ്ടാക്കാൻ കഴിയും. ഇതോ ഗൈസ്, അങ്ങോട്ടൊരു പാത്തുണ്ട്. സീനായിരിക്കും. ഓക്കെ, നമുക്ക് ഈ വില്ലേജിൻ്റെ എല്ലാവർക്കും പേരൊക്കെ കൊടുക്കാം. ഇവനിങ്ങ് മേളിൽ കയറി അടിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് അതല്ല, അവ അങ്ങോട്ട് പോകണം. ഇവൻ എന്തടേ? ഓക്കെ ഗൈസ്, ഇവൻ പെട്ട് ഗൈസ്. ഞാനൊരു ക്രൂരമായി കൊന്നോണ്ടിരിക്കുകയാണ്. ഇവനെ കൊല്ലണ്ട
ആവശ്യമില്ലായിരുന്നു. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അത് കാണണം. നാലിവരെ കൊല്ലാൻ കഴിയും.